വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. അതിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ സംരക്ഷണം എന്നാണ്. എങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കും എന്ന് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 34 സങ്കീർത്തനം 6 തിരുവചനം അതിലെങ്ങനെയാണ് പറയുക? എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിച്ചു. അവന്റെ സകല കഷ്ടതകളിൽ നിന്നും ദൈവം അവനെ മോചിപ്പിച്ചു. ദൈവം തൻ്റെ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നവനാണ് എന്ന് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. എളിമ എന്ന് പറയുന്നത് അത് സമ്പത്തില്ലാത്ത, ബലമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഏത് അവസ്ഥകളിലും ദൈവാശ്രയ ബോധത്തോടുകൂടെ താഴ്മയോടുകൂടെ നിൽക്കണമെന്നാണ് എളിമ കൊണ്ട് ഉദ്ദേശിക്കുക. അങ്ങനെയെങ്കിൽ താഴ്മയോടെ നിൽക്കുന്നവന്, ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. താഴ്മയുള്ളവരാകാം, എളിമയുള്ളവരാകാം. അങ്ങനെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴെ, സംരക്ഷണത്തിന് കീഴെ എന്നും ജീവിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.